കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പൽ അപകടം വരുത്തിവെച്ചതെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. മുൻ യാത്രകളിൽ തന്നെ കപ്പലിന് ചെരിവുണ്ടായിരുന്നു. കപ്പലിന്റെ സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനം പൂർണ്ണമായും ഫലപ്രദമല്ലായിരുന്നു. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും ഷിപ്പിംഗ് മന്ത്രാലയം DGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിപിൻ, ഈ കപ്പലിനെ കുറിച്ച് ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നത് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കപ്പൽ എന്നാണോ MSC എൽസ 3 കുറിച്ച്? കാരണം അന്നുണ്ടായിട്ടുള്ള ആ അപകടം അത് ആകസ്മികമായി പെട്ടെന്ന് സംഭവിച്ചതല്ല. അതിനുണ്ടായിരുന്ന വീഴ്ചകളൊക്കെ തന്നെ ഒന്നും പരിഹരിക്കാത്തത് കൊണ്ട് വന്നതാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഒരു പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2025 മെയ് 24-നാണ് ഈ കൊച്ചി തീരത്ത് MSC എൽസ എന്നുള്ള കപ്പൽ മുങ്ങുന്നത്. അതിൽ നിന്നും പിന്നീട് ഏകദേശം 61ഓളം കണ്ടെയ്നറുകളാണ് വിവിധ തീരത്ത് വെച്ച് കിട്ടിയത്. അതിലെല്ലാം തന്നെ വലിയ രാസമാലിന്യങ്ങളും വായുമലിനീകരണമൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് കപ്പലിന്റെ ബാലസ്റ്റ് വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. മുൻ യാത്രകളിൽ തന്നെ കപ്പലിന്റെ സ്റ്റാർബോർഡിന് ഒരു ചെരിവുണ്ടായിരുന്നു. കപ്പലിന്റെ സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനം പൂർണ്ണമായും ഫലപ്രദം അല്ലായിരുന്നു. ഒപ്പം തന്നെ കഠിനമായ ചെരിവ് നിരവധി കണ്ടെയ്നർ സ്റ്റെക്കുകൾ മാറാൻ കാരണമായി എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കപ്പലിന്റെ സ്ഥിരതയെ തന്നെ ഇത് അപകടത്തിലാക്കുകയും ചെയ്തു. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ഈ കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരം ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അപ്പോൾ അത് പരിഹരിക്കപ്പെട്ടില്ല. ഒപ്പം കപ്പലിന് 5 ഡിഗ്രി ചെരിവ് ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരു സമയത്താണ് വിഴിഞ്ഞത്ത് നിന്ന് ആ കപ്പൽ കൊച്ചിയിലേക്ക് വരുന്നതും അത് പിന്നീട് മുങ്ങുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാലപ്പഴക്കമടക്കം അതിന് കാരണമായി എന്ന് പറയുമ്പോൾ ഇത് ഒരു നിർമ്മിക്കപ്പെട്ട ഒരു അപകടം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ടിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും അതിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ രക്ഷിച്ചു. പക്ഷേ അതിൽ ഇപ്പോൾ ശിക്ഷാവിധിയുമായി ഏകദേശം 7 പേരാണ് കേരളത്തിൽ തങ്ങുന്നത്. അവർ ഇന്ത്യ വിട്ടു പോകണം, അവരുടെ നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഹർജി കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിൽ 3 പേരോട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഇന്നലെ കോടതി അനുവദിച്ചിരുന്നു. പക്ഷേ അതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. അത് ഇന്ന് വരാനിരിക്കുകയാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.